ഗുരു സഞ്ചാരത്തിലായിരുന്ന ഒരു ഘട്ടത്തിൽ അരുവിപ്പുറം ക്ഷേത്രത്തിലൊരു കേസ് നടക്കുകയാണ്. അന്ന് കുമാരനാശാൻ അരുവിപ്പുറത്തിലുണ്ട്. അവിടുത്തെ ഒരു വാഴക്കുല ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ വാഴക്കുല കേസ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലെത്തി. അന്ന് എനിക്ക് തോന്നുന്നത് ശ്രീ കെ പത്മനാഭൻ തമ്പിയാണ് മജിസ്ട്രേറ്റ്. പത്മനാഭൻ തമ്പിക്ക് ഗുരുവിനോട് വലിയ കാര്യമാണ്. ഗുരുവിൻ്റെ അടുക്കൽ വേദാന്ത ശാസ്ത്രത്തിലെ ചർച്ചയ്ക്കൊക്കെ പത്മനാഭൻ തമ്പി എത്തും. അപ്പോൾ ഈ വാഴക്കുല മോഷ്ടാവിനെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് നല്ല അടി കൊടുക്കണമെന്നുള്ളതാണ് പത്മനാഭൻ തമ്പിയുടെ തീരുമാനം. മജിസ്ട്രേറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ധാരണയായി. അപ്പോൾ ഗുരു അരുവിപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് ആരോ ഒരാൾ ഈ വിഷയം ഗുരുവിനെ ധരിപ്പിച്ചു. ഗുരു നല്ല അടി കൊടുക്കാൻ പോവാണ്. ഗുരു വരുമ്പോൾ മിക്കവാറും കാണാൻ പറ്റും വാഴക്കുല മോഷ്ടാവിനെ തല്ലി പദം വരുത്തുന്നത്. ഗുരു വെച്ച ചുവട് തിരിച്ചു വെച്ചു. നാം ഇനി അരുവിപ്പുറത്തേക്ക് വരുന്നില്ല. അതെന്താ? അല്ല, ആ സാധുവിനെ തല്ലിയിട്ട് അയാളെ തല്ലുന്നതിൻ്റെ ശ്വാസം, ഈ നിശ്വാസം ഉണ്ടല്ലോ, ആ തല്ല് കൊള്ളുമ്പോഴുള്ള അയാളുടെ ശ്വാസവായു ആ അന്തരീക്ഷത്തിൽ പടരും. അത് സന്യാസിമാർ ശ്വസിക്കാൻ പറ്റുന്ന ശ്വാസമല്ല. ആ സങ്കടം ശ്വസിക്കാൻ പാടുള്ളതല്ല. ഗുരു തിരിച്ചുപോയി. ഇത് മജിസ്ട്രേറ്റ് അറിഞ്ഞിട്ട് ശിക്ഷ ഇളവ് ചെയ്തു എന്നുള്ളതാണ് നമ്മളറിയുന്ന ആ പ്രമാണത്തിലെ സംഗതി. വേറൊരു സന്ദർഭത്തിലുണ്ടല്ലോ, ഒരു ശാന്തിക്കാരൻ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിലെ ചക്ക ഒരുത്തൻ മോഷ്ടിച്ചു, നിരന്തരമായി ചക്ക മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരു പറഞ്ഞത്, അയാൾ കണ്ടുപിടിച്ചു, ഇനി ആ പാവത്തിനെ വിളിച്ചിട്ട് പറയണം, രാത്രി സമയം വന്ന് മോഷ്ടിക്കരുത്, പകൽ വന്ന് അരിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളൂ. രാത്രി വന്നാൽ വല്ല തേളോ പാമ്പോ ഒക്കെ കടിച്ച പാവത്തിന് എന്തെങ്കിലും അപകടം വന്നാലോ. ഇത് ഗുരു സഞ്ചരിച്ചുകൊണ്ട് സാധ്യമാക്കിയ ഒരു സംസ്കാരമാണ്. നമുക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഗുരു നിരന്തരമായ ഒരു സാംസ്കാരിക വിപ്ലവത്തിന് തിരികൊളുത്തുകയാണ്. അങ്ങനെയാണല്ലോ ഗുരു കരിങ്കുളത്ത് ചെന്ന് പുളികുടി പോലെയുള്ള അനാചാരങ്ങളെ ഗുരു അവസാനിപ്പിക്കുന്നത്. ഗുരു ഒരിടത്ത് ഇരുന്നിട്ട് പ്രഖ്യാപിക്കുകയല്ല, ഒരു മഹാരാജാവിനെ പോലെ വിളംബരം പ്രഖ്യാപിക്കുകയല്ല, ജനങ്ങൾക്കിടയിലേക്ക് നടന്നു ചെന്ന് ഒരു പ്രക്രിയയെ സാക്ഷാത്കരിക്കുകയാണ്. ഇതാണ് ശ്രീബുദ്ധൻ ചെയ്തത്. അതുകൊണ്ടാണ് ബുദ്ധൻ്റെ ഫിലോസഫിയെ ഇന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നവർ ബുദ്ധൻ സഞ്ചരിച്ചു പോയ പഴയ നഗരങ്ങൾ, രാജ്യങ്ങൾ, ഗ്രാമങ്ങൾ, നദികൾ, തടാകങ്ങൾ, വിശ്രമസ്ഥലങ്ങൾ, വനങ്ങൾ, വിഹാരങ്ങൾ ഒക്കെ ഈ ദർശനത്തിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കാം. അടുത്ത 4 മണിക്കും ക്ലാസ് തുടങ്ങേണ്ടതാണല്ലോ. കോട്ടുകോയിക്കൽ വേലായുധൻ ഗുരുവിൻ്റെ ഈ ആദ്യകാല സഞ്ചാരങ്ങളെപ്പറ്റി ഒരു നിരൂപണം എഴുതുന്നുണ്ട്. തക്ക സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഗുരു തൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരുന്നു. അന്യദിക്കുകളിൽ സഞ്ചരിക്കുക, കാൽനടയായി ബഹുദൂരം പോവുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രയാസമേറിയ സന്ദർഭങ്ങളിലൊക്കെ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഗുരു ഇതിനെ ഒരു വഴിയായി കണ്ടെത്തുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ഞാനും അത് ആലോചിച്ചായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ചുമ്മാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലം. ചുമ്മാ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രി നടന്നുകൊണ്ടേയിരിക്കുക. ഇത് ആരോഗ്യശാസ്ത്രത്തിൽ വേണമെങ്കിൽ പിന്തുടരാൻ പറ്റുന്നൊരു പ്രക്രിയയാണ്. സങ്കടം വരുമ്പോൾ നടക്കുക. ഗുരുവിൻ്റെ സഞ്ചാരം ലക്ഷ്യബോധമില്ലാത്തതല്ല, അതിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ്. രാത്രികാലങ്ങളിൽ ഒരിടത്തും വിശ്രമിക്കാതെ ചെന്നെത്താവുന്ന ദൂരത്തോളം വഴികൾ നടക്കുക. അത് ശരീരത്തിൽ ക്ഷീണമുണ്ടാക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റും. ഇതിനെപ്പറ്റി മലയാളത്തിൽ എസ് രമേശൻ സാറ് കവിത എഴുതിയിട്ടുണ്ട്. വളരുന്നു തൻ്റെ ഉള്ളിൽ വെറ്റിലക്കൊടി പോലവേ ഒരാനന്ദം, ഒരസ്വാസ്ഥ്യം, ഒരു ധർമ്മപ്രചോദനം. ഗുരു രമേശൻ നായർ സാറ് ഗുരുവിനെക്കുറിച്ച് എഴുതിയ ആ നീണ്ട കവിതയിൽ, വലിയ കവിതയിൽ വരികളാണ്. കുടുംബ ബന്ധത്തിൻ്റെ അണക്കെട്ടു തകർത്തത ചിത്പ്രവാഹം പരക്കുന്നു മുഗ്ധ കേരള ഭൂമിയിൽ, ഒഴിഞ്ഞ കുടിൽ കൊട്ടാരം അമ്പലത്തിണ്ണ ആശ്രമം, അലയും ഭിക്ഷുമാർഗങ്ങൾ അജ്ഞേയ ധ്യാന വീജികൾ. ഇങ്ങനെയാണ് നമ്മൾ ഗുരുവിൻ്റെ വഴി, ഗുരുസ്ഥാനങ്ങൾ മുതലായവയെ ശ്രീനാരായണ വിജ്ഞാനീയത്തിൽ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
ഗുരുവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളുടെയും പഴയ പ്രകൃതിയിൽ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അരുവിപ്പുറത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ശിവഗിരിയുടെ കാര്യത്തിൽ തന്നെ മാറ്റമുണ്ട്, ചെമ്പഴന്തിയിൽ തന്നെ മാറ്റമുണ്ട്. ഇപ്പോൾ ഗുരു സഞ്ചരിച്ച വഴികളെ കണ്ടെത്താൻ നമുക്ക് കുറച്ചൊക്കെ അല്പമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ വഴികൾക്കൊക്കെ ഒരു കോമൺ സ്വഭാവമുള്ളത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഉദാഹരണമായി കുന്നുംപാറ ക്ഷേത്രം 1899 അവിടെ പ്രതിഷ്ഠ നടത്തിയ ഗുരു ആ സ്ഥലത്തെ കണ്ടെത്തുന്നത് തന്നെ ഒരു പ്രത്യേക മൊമെൻറ്റിലാണ്. ഗുരു അവിടെ ഒരു പ്രതിഷ്ഠ നടത്താൻ തന്നെ കാരണം ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഇത് ഗുരുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. ഗുരു ഏക മുഖപ്രകൃതിയിലല്ല സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കടപ്പുറത്ത് ഞാൻ സഞ്ചരിച്ചു, ഞാൻ നദീതീരങ്ങളിൽ സഞ്ചരിച്ചു, ഞാൻ കായൽ തീരങ്ങളിൽ വിശ്രമിച്ചു, മലയുടെ മുകളിൽ ഇരുന്നു, അല്ലെങ്കിൽ നദിയുടെ ഉള്ളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ കുന്നുംപാറ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഗുരു സമുദ്രത്തെ കാണാനിരുന്നതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അർക്കബിംബം ഒരാർ ഉദിച്ചുയർന്ന പോലെ വിളങ്ങിയിടും. തൃക്കിരീട ജടക്കിട കരവങ്ങൾ അമ്പിളി തുമ്പയും. അത് എനിക്ക് തോന്നുന്നത് കുന്നുംപാറ ക്ഷേത്രത്തിൻ്റെ മുകളിലിരുന്നാലേ ഈ വരികളുടെ സൗന്ദര്യം നമുക്ക് പിടികിട്ടൂ. അർക്കബിംബം ഒരാർ ഉദിച്ചുയരുന്ന പോലെ വിളങ്ങിടും, തൃക്കിരീട ജടക്കിട കരവങ്ങൾ അമ്പിളി തുമ്പയും. പിന്നീട് ഈ കുന്നുംപാറയുടെ മുകളിലിരുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്, കുമാരനാശാന് നെടുമങ്ങാടിനടുത്ത് അമ്മാംപാറയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഷിനിലാൽ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഗരിസപ്പാരുവി അഥവാ ഒരു വനയാത്ര എന്ന പേരിൽ കുമാരനാശാൻ്റെ കവിതയുടെ തലക്കെട്ട് തന്നെ ഇട്ടിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഷിനിലാലിൻ്റെ ഒരു കഥയുണ്ട്. മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ച് വലിയ വായനയുണ്ടായി ആ കഥയ്ക്ക്. ഈ കഥ കൂടി ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതേ അമ്മാംപാറയിൽ വെച്ച് പ്രകാശനം നടന്നപ്പോൾ അന്ന് ഷിനിലാൽ എന്നോടത് പ്രകാശിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഷിനിലാലിൻ്റെ അമ്മ പ്രകാശിപ്പിക്കട്ടെ, ഞാനത് ഏറ്റുവാങ്ങി. അന്ന് പ്രകാശനം കഴിഞ്ഞിട്ട് വർത്തമാനം പറയുമ്പോൾ സത്യത്തിൽ അന്ന് ഈ ശ്ലോകം അവിടെ ചൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ നാവിൽ വളരെ സ്വാഭാവികമായി ഈ വരി തന്നെ വരും, അർക്കബിംബം ഒരാറ് ഉദിച്ചുയരുന്ന പോലെ. പിന്നീട് ഷിനിലാൽ പറയാറുണ്ടായിരുന്നു, പിന്നീട് എന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ അർക്കബിംബം ഒരാറ് ഉദിച്ചുയരുന്ന പോലെ കോണ്ടക്സ്റ്റിൽ ഞാനിങ്ങനെ വിരല് ചൂണ്ടി നിന്ന് പറയുന്നു. ഞാൻ ആ സന്ദർഭത്തിൽ കുന്നുംപാറയുടെ മണ്ടയ്ക്കാണ്, അമ്മാംപാറയുടെ മുകളിൽ നിൽക്കുന്ന ഞാൻ കുന്നുംപാറയുടെ മുകളിൽ നിന്ന് അപ്പുറത്തെ കോവളത്തെ സമുദ്രത്തെ കാണുകയാണ് എന്ന പ്രതീതിയിൽ ഈ കവിതയിലൂടെ സഞ്ചരിക്കുകയാണ്.